കേരളത്തിലെ അച്ഛനും മരുമകനുമാണെങ്കിൽ അവിടെ അച്ഛനും മകനും മറ്റു ബന്ധുമിത്രാദികളും ഉണ്ട് കേട്ടോ. ഒരു പ്രമുഖ നായികയുമായുള്ള ഒരു ബന്ധം അത് കുടുംബജീവിതത്തെ തകർത്തു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവരുമ്പോൾ അത് വിജയ്ക്ക് വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടിയാകാനുള്ള സാധ്യത കൂടിയില്ല. ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു കൂട്ടായ പ്രവർത്തനമാണ്. അപ്പം അത് ഗ്രഹസമ്പർക്കം വേണം, മറ്റൊരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്ന ഒരു സ്ക്രീനിൽ കാണുന്ന ഇമേജ് കൊണ്ടും ആ ആൾക്കൂട്ടം കൊണ്ടും അതൊരു വോട്ട് ബാങ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയണമെന്നില്ല. തമിഴ് മക്കൾ ഇപ്രാവശ്യം രേഖപ്പെടുത്തിയത് 84% വോട്ടിംഗ് ആണ്. ഒരു ശക്തമായ സൂചനയാണ്. മാറ്റത്തിന്റെ കൊടുങ്കാറ്റാണോ തമിഴ്നാട്ടിൽ? നരേന്ദ്രമോദിക്ക് വളരെയധികം പോപ്പുലാരിറ്റി ഉണ്ട് തമിഴ്നാട്ടിലെ എല്ലാ സർവേകളിലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവർ ഉയർത്തി കാണിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഇസ്ലാമിക തീവ്രവാദ ശക്തികൾക്ക് അഴിഞ്ഞാടാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇന്ന് തമിഴ്നാട്ടിലെ ഈ സർക്കാർ ഒരുക്കുന്നുണ്ട്. 10 വർഷത്തെ തമിഴ്നാടിൻ്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ BJP ശക്തമായ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഹിന്ദു വിരുദ്ധ പരാമർശങ്ങൾ, സനാതന ധർമ്മത്തിനെതിരായ അവരുടെ കാര്യങ്ങൾ, പിന്നെ തമിഴ്നാട്ടിൽ ഒരുപാട് വർഗീയ വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. അഴിമതിയുടേതായ വിഷയങ്ങളുണ്ട്. കരുത്ത് തെളിയിച്ച തമിഴ് മക്കൾ ഇപ്രാവശ്യം രേഖപ്പെടുത്തിയത് 84% വോട്ടിംഗ് ആണ്. ഒരു ശക്തമായ സൂചനയാണ്. മാറ്റത്തിന്റെ കൊടുങ്കാറ്റാണോ തമിഴ്നാട്ടിൽ? എന്തൊക്കെ കാര്യങ്ങളാകും ഇപ്രാവശ്യം വോട്ട് പെട്ടിയിലിടാൻ പോയപ്പോൾ തമിഴ്നാട് ജനത ചിന്തിച്ചു നോക്കിയിട്ടുണ്ടാവുക? തമിഴ്നാടിന്റെ സമഗ്ര ചിത്രം നമ്മളോടൊപ്പം വളരെ വിശദമായി വിശദീകരിക്കാൻ ഡോക്ടർ ജയപ്രസാദ് ചേരുന്നുണ്ട്. നമ്മൾ കേരളം പറയുന്നത് പോലെ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്. തമിഴ്നാട്ട് മണ്ണിൻ്റെ രാഷ്ട്രീയം പലപ്പോഴും പറയാറുണ്ട്, തമിഴ് ജനതയ്ക്ക് രാഷ്ട്രീയ ബോധം പോരാ, അല്ലെങ്കിൽ വൈകാരികമായാണ് പല വിഷയങ്ങളെയും നോക്കിക്കാണുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ ശതമാനം നോക്കൂ, 84%. അത് വലിയൊരു സൂചനയാണ് നൽകുന്നത്. അതിൽ ഞാൻ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്നതെന്ന് പറയുന്നത് ഇപ്രാവശ്യം അവിടെ പുരുഷന്മാരെക്കാൾ അധികം വോട്ട് ചെയ്തത് സ്ത്രീകളാണ്. ഒരു ശക്തമായ സൂചനയല്ലേ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? തമിഴ്നാട് രാഷ്ട്രീയം നമ്മൾ രാഷ്ട്രീയ ബോധമില്ലാത്തവരാണെന്ന് ഞാൻ പറയില്ല. വളരെ ശക്തമായ രാഷ്ട്രീയ അടിത്തറയുള്ള ഒരു ജനസമൂഹം തന്നെയാണ്. കാരണം 91 മുതലുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും കേരളം പോലെ തന്നെ മാറി മാറി ഇവിടെ LDF UDF എന്ന് പറയുന്ന പോലെ അവിടെ ADMK സഖ്യത്തെ കൊണ്ടുവരുമായിരുന്നു. പലപ്പോഴും സംഘടനാ മികവിൽ ADMK ആണ് DMKക്കാളും കരുത്തുറ്റത്. പക്ഷേ DMK പലപ്പോഴും മുന്നണി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയത്തിലേക്ക് വരിക. അപ്പോൾ ഞാൻ 2001 മുതൽ 2021 വരെയുള്ള 4 തിരഞ്ഞെടുപ്പിലെ കണക്കെടുക്കുമ്പോഴും ഈ വോട്ട് ഷെയർ നോക്കുമ്പോഴത്തേക്കും ADMKയാണ് കൂടുതൽ കരുത്ത് വരിക. പക്ഷേ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്റ്റാലിൻ അവിടെ അധികാരത്തിൽ വരുന്നത് ശക്തമായൊരു മുന്നണി ഏകീകരണത്തിലൂടെയായിരുന്നു. അതേസമയം ADMK BJP സഖ്യം ആ തരത്തിൽ ADMK നേതൃത്വത്തിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് അവർക്ക് മുന്നേറാൻ ഒരു സോളിഡായിട്ടൊരു മുന്നണിയായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല ഘടകകക്ഷികളുടെ ഡിമാൻഡ് ഒരുപാട് വരുന്നുണ്ട്. ഇവർ ഘടകകക്ഷികളെ അകറ്റി നിർത്തുകയാണ്. ഉദാഹരണത്തിന് MDMK പോലെയുള്ള പാർട്ടികളെ കൂടെ നിർത്തുന്നതിൽ പരാജയപ്പെടുക ചെയ്തത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും സ്റ്റാലിൻ്റെ ഭാഗത്തുള്ള അഡ്വാൻറ്റേജ് ഏതാണ്ട് ഇന്ത്യ അലയൻസ് ശക്തമായി നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഇന്ത്യ അലയൻസിലെ എല്ലാ ഘടകകക്ഷികളെയും ഒരു ഭാഗത്ത് അണിനിരത്തുന്നു. ഇടതുപക്ഷ പാർട്ടികൾ, മുസ്ലിം ലീഗ്, SDPI, അതോടൊപ്പം തന്നെ മറ്റ് പ്രാദേശിക പാർട്ടികൾ MDMK ഉൾപ്പെടെയുള്ള പാർട്ടികളും അവിടെ വൈക്കോയുടെ വിഭാഗം എല്ലാം തന്നെ DMK പക്ഷത്താണ്. പക്ഷേ BJP കഴിഞ്ഞ ഒരു 10 വർഷത്തെ തമിഴ്നാടിൻ്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ BJP ശക്തമായ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒരു 3ാം മുന്നണിയായിട്ട് മത്സരിച്ചു. അണ്ണാമലയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 19% വോട്ട് ലഭിക്കുകയുണ്ടായി. BJPക്ക് മാത്രമായിട്ട് ആദ്യമായിട്ട് 12% വോട്ട് ലഭിച്ചു തമിഴ്നാട്ടിൽ. അപ്പം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ADMK സഖ്യം വളരെ ശക്തമായ രീതിയിലാണ് മത്സരിക്കുന്നത്. വളരെ അനുകൂലമായൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ സർവേകളിലും DMKക്ക് അനുകൂലമായിട്ടാണ് സർവേ റിസൾട്ടുകളെല്ലാം വന്നത്. തമിഴ്നാട്ടിൽ പൊതുവേ മാറിയാണ് ഗവൺമെൻറ്റുകൾ വന്നെങ്കിലും 2016 ഒരു എക്സെപ്ഷൻ ഉണ്ടായി. 2011 വന്ന ജയലളിത 2016 വീണ്ടും വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അപ്പം ജയലളിത പക്ഷത്തിൽ കുറച്ച് സുദൃഢമായ മുന്നണി ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നീട് ജയലളിതയുടെ നിര്യാണത്തിന് ശേഷമാണ് കൂടുതൽ പ്രശ്നങ്ങൾ ADMKയിൽ ഉണ്ടാകുന്നത്. അതിൽ DMK തിരിച്ചു വരിക ചെയ്തത്. അപ്പം DMK ആ കുടുംബാധിപത്യത്തിൽ തന്നെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ADMK BJP സഖ്യം DMK വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് വരികയും
പുതിയ ഒരു രാഷ്ട്രീയ പരീക്ഷണവുമായിട്ട് അവിടുത്തെ ഏറ്റവും ജനകീയ സിനിമാ താരമായിട്ടുള്ള വിജയുടെ TVK എന്നുള്ള പാർട്ടി അവിടെ ശക്തമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതൊരു ഒന്നിടപെട്ടോട്ടെ, അതിനെ ശക്തമായി മുന്നോട്ട് വന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും. കാരണം കമൽഹാസന്റെ വിധി നമ്മൾ കണ്ടതാണ്. സിനിമയിൽ നല്ലൊരു നടനാണ് വിജയ് എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഇത്തവണ ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ശോഭിക്കാനുള്ള സാധ്യത വളരെ കുറവല്ലേ? കാരണം വോട്ട് ഭിന്നിപ്പിക്കാൻ മാത്രമുള്ള ഒരു താരമായി മാറാനല്ലേ അവിടെ സാധ്യത കൂടുതൽ? അല്ല, ഞാൻ അതിലേക്ക് വരികയായിരുന്നു. കാരണം തമിഴ്നാട്ടിലെ സിനിമാ താരങ്ങളും സിനിമാ ബന്ധമുള്ള ഒരുപാട് പേര് രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട്. അല്ലെ MG രാമചന്ദ്രൻ MGR മാത്രമാണ് അതിൽ വിജയിച്ചത്. പിന്നീട് 2006 വന്നിട്ടുള്ള വിജയകാന്ത് ഒരു 29 സീറ്റ് 2011 നേടുകയുണ്ടായി. അതിനപ്പുറം പിന്നീട് പിന്നെ താഴോട്ട് പോകുകയാണ് ചെയ്തത്. അപ്പം അതിനുശേഷം കമലഹാസൻ 2021 കമലഹാസൻ വലിയൊരു ആവേശമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ, ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ഉൾപ്പെടെ വളരെ പ്രചാരം കൊടുത്താണ്. 2% വോട്ടാണ്. ഏതാണ്ട് നോട്ടയുടെ അടുത്താണ് കമലഹാസൻ. മാത്രമല്ല അദ്ദേഹം മത്സരിച്ച മണ്ഡലത്തിൽ പോലും BJPയുടെ പുറകിലാണ്. BJPയാണ് അവിടെ ജയിച്ചത്. അപ്പം 5ാം സ്ഥാനത്തേക്ക് പോകുന്ന 4ാം സ്ഥാനത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ടാകും. അപ്പോൾ ആ തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ സിനിമയിലെ പശ്ചാത്തലം കൊണ്ട് MG രാമചന്ദ്രൻ ഉണ്ടായതുപോലെ വിജയം എല്ലാവർക്കും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അപ്പം വിജയുടെ ഒരു അഡ്വാൻറ്റേജ് ഈ ടീനേജ് ആയിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ നമ്മൾ ജെൻസി വോട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം, ആ തരത്തിൽ ഒരു ശക്തമായ ഒരു വിഭാഗത്തിൽ അവർക്ക് കടന്നു ചെല്ലാൻ കഴിയും. അത് പല സർവേകളും സൂചിപ്പിക്കുന്ന പോലെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 12-17% മാക്സിമം വരെ വോട്ട് ലഭിക്കാമെന്നാണ് പല സർവേകളും പറയുന്നത്. എന്തായാലും ഒരു 10% വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ബാധിക്കുന്നത് DMK മുന്നണിയായിരിക്കും. മാത്രമല്ല ന്യൂനപക്ഷങ്ങളിലെ ഈ വിജയ് തന്നെ ക്രിസ്ത്യൻ പശ്ചാത്തലമുള്ള ഒരാളാണ്, ജോസഫ് വിജയാണ്. അപ്പം അതും ഒരു ന്യൂനപക്ഷ വോട്ടുകൾ ഉൾപ്പെടെ വിശേഷിച്ചും ഈ യങ്സ്റ്റേഴ്സിൻ്റെ വോട്ടിൽ ഒരു ശതമാനം TVKക്ക് ലഭിക്കുമെന്നാണ് എൻ്റെ ഒരു പക്ഷം. അതുമാത്രമല്ല അവിടെ വേറൊരു പാർട്ടിയുണ്ട്, അതായത് നാം തമിഴ് കക്ഷി എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലായിട്ട് ഏതാണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 35 ലക്ഷം വോട്ട് നേടുകയുണ്ടായി. കഴിഞ്ഞ നിയമസഭയിൽ അവർ 6% വോട്ട് നേടുകയുണ്ടായി. അവരും 234 മണ്ഡലങ്ങളിൽ TVK പോലെ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 മുൻ പാർട്ടികളും കൂടുതലും വോട്ട് നേടുന്നത് DMK ആയിരിക്കും അഫക്റ്റ് ചെയ്യുക. അപ്പോൾ ADMKക്ക് കഴിഞ്ഞ തവണ ADMK BJP സഖ്യത്തിൻ്റെ ഏതാണ്ട് 40% വോട്ട് ഷെയർ ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം ഉണ്ടാവും. പക്ഷേ DMKക്ക് കഴിഞ്ഞ തവണ കുറച്ചൊരു മെച്ചപ്പെട്ട, ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ അവരെ മുന്നണി ശക്തമായത് കൊണ്ടാണ് അവർക്ക് മുന്നേറാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിൽ അഴിമതിയുടെയും അതുപോലെ ഹിന്ദു വിരുദ്ധ പരാമർശങ്ങൾ, സനാതനധർമ്മത്തിനെതിരായ അവരുടെ കാര്യങ്ങൾ, പിന്നെ തമിഴ്നാട്ടിൽ ഒരുപാട് വർഗീയ വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. അഴിമതിയുടേതായ വിഷയങ്ങളുണ്ട്. ശക്തമായൊരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ അവിടെ വർക്ക് ചെയ്തത്. അച്ഛനും മകനും കൂടെയാണ് അവിടെ പരിമിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ അച്ഛനും മരുമകനുമാണെങ്കിൽ അവിടെ അച്ഛനും മകനും മറ്റു ബന്ധുമിത്രാദികളും ഉണ്ട് കേട്ടോ അതിനകത്ത്. അപ്പോൾ മറ്റുള്ളവരെയൊക്കെ പാർലമെൻറ്റിലേക്ക് അയക്കുകയും അങ്ങനെ ചെയ്യുന്നൊരു പ്രത്യേക രാഷ്ട്രീയമാണ്. അപ്പം അതിന് ബദലായിട്ട് ഒരു വികസന രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ അണ്ണാമലൈ ഒരുപാട് ആളുകളെ ഇളക്കിയ ഒരു തമിഴ്നാട്ടിൻ്റെ രാഷ്ട്രീയത്തിൽ ഇത്രയും ചലനമുണ്ടാക്കിയ ഒരു രാഷ്ട്രീയ നേതാവാണ്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു തരംഗമുണ്ട്, ഒരു വലിയൊരു ശതമാനം. നമ്മൾ തമിഴ്നാട് പോലുള്ള ഒരു സിസ്റ്റത്തിൽ ബൈപ്പോളർ ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാൻ 19% വോട്ട് ഷെയർ BJP മുന്നണിക്ക് വരാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അണ്ണാമലയുടെ ക്രെഡിറ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ തിരഞ്ഞെടുപ്പിൽ ADMKയും ഈ BJP ഫാക്ടറും കൂടെ സംയുക്തമായി മത്സരിക്കുന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ്, നരേന്ദ്രമോദിക്ക് വളരെയധികം പോപ്പുലാരിറ്റി ഉണ്ട് തമിഴ്നാട്ടിലെ എല്ലാ സർവേകളിലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവർ ഉയർത്തി കാണിക്കുന്നത് നരേന്ദ്രമോദിയാണ്. കേരളത്തിൽ വരുമ്പോഴാണ് ഏക സംസ്ഥാനം ഇപ്പോഴും 1ാം സ്ഥാനം നമ്മൾ രാഹുൽ ഗാന്ധിക്കാണ് കൊടുക്കുന്നത് നാഷണൽ സർവേകളിൽ. അപ്പം തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. അപ്പം തമിഴ്നാട്ടിൽ സ്ത്രീകളുടെ ഇടയിലും BJPക്ക് വലിയ തരംഗമുണ്ടാക്കാൻ കഴിയും. അതുപോലെ കുണ്ട്രം ക്ഷേത്രത്തിലെ വിഷയം ഉൾപ്പെടെയുള്ള അതുപോലെയുള്ള ഒരുപാട് മൈന്യൂട്ടായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഈ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾക്ക് അഴിഞ്ഞാടാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇന്ന് തമിഴ്നാട്ടിലെ ഈ സർക്കാർ ഒരുക്കുന്നുണ്ട്. കാരണം അവിടെ ന്യൂനപക്ഷങ്ങൾ ഏതാണ്ട് ഒരു 10-14% താഴെയാണ് മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷമുള്ളത്. പക്ഷേ ചില പോക്കറ്റുകളിൽ ശക്തമായിട്ടുള്ള
സാന്നിധ്യമുണ്ടാകും. അപ്പം DMK എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകൾ 10-14% ന്യൂനപക്ഷ വോട്ടുകളെ കൂടെ നിർത്താൻ കഴിയുന്നതുകൊണ്ടാണ്. അപ്പം ADMK ആ തരത്തിലല്ല. മറ്റൊന്ന് TVK പിടിക്കുന്ന വോട്ടുകളിൽ വിശേഷിച്ചും ചെന്നൈ ബെൽറ്റ് ഉണ്ട്, നോർത്ത് ഭാഗം, അവിടെ DMKയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. ADMKയുടെ ഭാഗത്ത് കൂടുതലും പടിഞ്ഞാറൻ സദേൺ ഭാഗത്താണ്. അപ്പോൾ TVK ആ ഭാഗത്തായിരിക്കില്ല കൂടുതൽ ജന പങ്കാളിത്തം ഉണ്ടാകുക. പിന്നെ കോൺഗ്രസ് സംഘടന എന്നുള്ള തലത്തിൽ തമിഴ്നാട്ടിൽ വളരെ ദുർബലമാണ്. കോൺഗ്രസിന് ഇത്തവണ ഗവൺമെൻറ്റിൽ അധികാരം വേണമെന്നൊക്കെ ഒരു ഇതുണ്ട്. പക്ഷേ വിജയ് കാണിച്ച ഒരു പൊളിറ്റിക്കലായിട്ട് അദ്ദേഹം കാണിച്ചൊരു തെറ്റായൊരു സമീപനം അല്ലെങ്കിൽ ഒരു പ്രോപ്പർ പൊളിറ്റിക്കൽ അഡ്വൈസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഈ 234 സീറ്റുകൾ ഒന്നിച്ച് ലോഞ്ച് ചെയ്തതാണ്. ഇതിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു വളരെ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കും. കാരണം 234 മണ്ഡലങ്ങളിലും സംഘടനാ പ്രവർത്തനം നടത്താനുള്ള കഴിവ് സിനിമയുടെ പശ്ചാത്തലത്തിൽ നിന്ന് സിനിമാ താരത്തിനുണ്ടാകുന്ന ജനകീയത എന്ന് പറയുന്നത് ആ താരം ചെല്ലുമ്പോഴുണ്ടാകുന്ന ജനകീയതയാണ്. ആ താരം മാറിപ്പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അവിടെ ചെന്നതുകൊണ്ട് ജനങ്ങളവിടെ ആൾക്കൂട്ടമുണ്ടാവില്ല. അപ്പം എലക്ഷൻ എന്ന് പറയുന്നത് ഒരു കൂട്ടായ പ്രവർത്തനമാണ്. അപ്പം അത് ഗ്രഹസമ്പർക്കം വേണം, മറ്റൊരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്ന ഒരു സ്ക്രീനിൽ കാണുന്ന ഇമേജ് കൊണ്ടും ആ ആൾക്കൂട്ടം കൊണ്ടും അതൊരു വോട്ട് ബാങ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയണമെന്നില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ ഒരുപക്ഷെ അദ്ദേഹം ഏതെങ്കിലും ഒരു മുന്നണി പക്ഷത്തോ അല്ലെങ്കിൽ ഒരു ഷെയർ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ശക്തമായിട്ട് മുന്നേറാൻ കഴിയുമായിരുന്നു. പക്ഷേ നമ്മൾ ഈ വോട്ട് കട്ടർ എന്നുള്ള തലത്തിൽ വരുമ്പോഴേ ഈ കറക്റ്റായി രണ്ടൊരു ബൈപ്പോളർ പൊളിറ്റിക്സിൽ ഒരു തേർഡ് ഫോഴ്സ് ഒരു 6-7% വോട്ട് മാറ്റിയാൽ തന്നെ അത് വിധിയെ സീരിയസ് ആയിട്ട് ബാധിക്കും. അപ്പോൾ അത് അതാണ് വിജയ് ഫാക്ടർ എന്ന് പറയുന്നത്. അവിടെ വിജയിക്കുന്ന മുന്നണിയുടെ ഭാവിയെ നിയന്ത്രിക്കാവുന്ന തരത്തിലേക്ക് വിജയ് ഫാക്ടർ വർക്ക് ചെയ്യും. പക്ഷേ ടീനേജേഴ്സിൻ്റെ ഇടയിൽ പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല എല്ലാ ടീനേജേഴ്സും അദ്ദേഹത്തിൻ്റെ കൂടെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഒരു ചോദ്യം വെച്ചാൽ ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. അതായത് നമ്മൾ ആരുടെയും വ്യക്തിജീവിതത്തിലേക്ക് കടന്നു കയറുകയല്ല, പക്ഷെ ചില രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങുന്നവരുടെ വ്യക്തിജീവിതം പലപ്പോഴും ചർച്ചയാകാറുണ്ട്. കാരണം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇപ്പോൾ വിജയ് ഒരു ജനപ്രതിനിധി ആയിട്ടില്ല എങ്കിൽ കൂടിയും വിജയെ പറ്റി അടുത്തിടെ കേൾക്കുന്ന അഭ്യൂഹങ്ങൾ, അദ്ദേഹത്തെ ഭാര്യ തന്നെ വന്ന് വെളിപ്പെടുത്തുന്നു, മക്കൾ വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഒരു പ്രമുഖ നായികയുമായുള്ള ഒരു ബന്ധം അത് കുടുംബജീവിതത്തെ തകർത്തു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവരുമ്പോൾ അത് വിജയ്ക്ക് വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടിയാകാനുള്ള സാധ്യത കൂടിയില്ല? അല്ല, തീർച്ചയായിട്ടും അത് തിരിച്ചടിയാവും. കാരണം തമിഴ്നാട് കേരളം പോലെയല്ല. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടിയും നമ്മളൊരു ശരിക്കും റിലീജിയസ് ആയ സൊസൈറ്റിയാണ് തമിഴ്നാട്. നമ്മൾ പറയുന്ന ദ്രാവിഡ രാഷ്ട്രീയം നിരീശ്വരവാദം എന്ന് പറയുന്നെങ്കിലും അതൊരു കാപട്യമാണ്. അത് പൊളിറ്റിക്സിലെ മാത്രമേ ഉള്ളൂ. അവിടെ എല്ലാവരും ക്ഷേത്രവിശ്വാസികളാണ്. അപ്പം സ്ത്രീകളുടെ ഇടയിൽ അത് നല്ല സ്വാധീനമുണ്ടാകും. കാരണം വെച്ചാൽ ഞാനതാണ് നേരത്തെ സൂചിപ്പിച്ചത്, ഈ ഗവൺമെൻറ്റിനെതിരായും സ്ത്രീകളുടെ ഇടയിൽ ശക്തമായ വികാരമുണ്ട്. കാരണം ഒരുപാട് സ്ത്രീ പീഡന പരമ്പരകൾ അവിടെ നടക്കേണ്ട ഒരുപാട് സ്ഥലത്ത്. കാരണം ക്രമസമാധാന പാലനവുമായിട്ട് ബന്ധപ്പെട്ട് പല വിഷയങ്ങളും തമിഴ്നാട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പം പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാത്തതുകൊണ്ടാണ്. ഈ വിജയ്യുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമ മേഖലയിലൂടെ ലഭിക്കുന്ന മാസ് അപ്പീലാണ്. അത് പൊളിറ്റിക്കൽ അപ്പീലായിട്ട് കൺവേർട്ട് ചെയ്യുമോ എന്നുള്ളതാണ് വിഷയം വരുന്നത്. പൊളിറ്റിക്കൽ അപ്പീലായിട്ട് വരണമെങ്കിൽ അതിനാവശ്യമായി, കാരണം MG രാമചന്ദ്രൻ 77 ആദ്യമായിട്ട് ADMK മത്സരിക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസുമായിട്ട് സഖ്യത്തിൽ നിന്നുകൊണ്ടാണ് മത്സരിച്ചത്. കോൺഗ്രസുമായി സഖ്യത്തിൽ വരികയും വൻപിച്ച ഭൂരിപക്ഷം നേടും. പക്ഷേ കോൺഗ്രസിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയില്ല. തമിഴ്നാട്ടിലെ പ്രത്യേകത പിന്നീട് 77 ശേഷമുണ്ടായ ഒരു തിരഞ്ഞെടുപ്പിലും DMK ആയാലും ADMK ആണെങ്കിലും ഒരിക്കലും നാഷണൽ പാർട്ടികളെ സംസ്ഥാന മന്ത്രിസഭകളിലേക്ക് കൊണ്ടുവന്നു. ഒരു ഘടകകക്ഷികൾക്കും മന്ത്രിസഭയിൽ സീറ്റ് കൊടുക്കില്ല. കേരളത്തിലെ പോലെ ഒരു അംഗത്തിനും മന്ത്രിസഭയെ സീറ്റ് കൊടുക്കുന്ന കൾച്ചർ കേരളത്തിൽ 67 മുതൽ തുടങ്ങിയതാണ്. പക്ഷേ അവിടെ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും MG രാമചന്ദ്രൻ വളരെ എഫക്റ്റീവായിട്ടാണ് ലോഞ്ച് ചെയ്തത്. ഞാൻ അവിടെയാണ് പറഞ്ഞത് MG രാമചന്ദ്രനുണ്ടായ പൊളിറ്റിക്കൽ വിഷൻ. അപ്പോൾ അദ്ദേഹം നടത്തിയ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അത് പല മേഖലയിലും നമ്മളിപ്പോൾ ഫ്രീ ബീസ് എന്നുള്ള തലത്തിൽ മാത്രമല്ല വളരെ ഗുണപരമായ രീതിയിലുള്ള മാറ്റമാണ് ഉണ്ടാക്കുന്നത്. മാത്രമല്ല കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും തമിഴ് രാഷ്ട്രീയം ഒരു പ്രശ്നമായിട്ടില്ല. കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം നമ്മുടെ വികസന സ്വപ്നങ്ങളെ നമ്മുടെ ചെറുപ്പക്കാരെ ഭാവിയെ തകർത്തെങ്കിൽ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ
നമ്മൾ ഈ ലിബറൽ എക്കോണമിക്ക് മുമ്പും അവർ മുന്നോട്ട് വന്നു, അതിനുശേഷവും അവർ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഹബ്ബായിട്ട് തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു പ്രദേശമായി മാറി. അത് നമ്മളതുകൊണ്ട് തമിഴ്നാടിനെ അങ്ങനെ കൂടെ കാണണം. വികസനത്തിൻ്റെ കാര്യത്തിൽ തമിഴ് രാഷ്ട്രീയം ഒരിക്കലും ഒരു ഒരു ബ്ലോക്കായിട്ട് ഒരു നെഗറ്റീവ് റോൾ എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എം.ജി. രാമചന്ദ്രൻ്റെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ദേശീയ രാഷ്ട്രീയവുമായിട്ട് ആദ്യം ADMK ഉണ്ടാക്കി, അണ്ണാ ദ്രാവിഡ മുന്നേറ്റം. അദ്ദേഹം എന്നിട്ട് തന്നെ AIADMK, ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റം. അതായത് ഒരു ദേശീയ വീക്ഷണമുള്ള ഈശ്വര വിശ്വാസിയായിട്ടുള്ള ആളായിട്ട് AIADMK അങ്ങനെ മാറുകയായിരുന്നു. അപ്പം ഈ TVK വരുന്നത് അങ്ങനെയല്ല. TVKയുടെ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞാൽ ബേസിക്കലി DMKയുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി തന്നെയാണ്. അതിൽ നരേന്ദ്രമോദിക്കെതിരായിട്ടും ദേശീയ രാഷ്ട്രീയത്തിനെതിരായിട്ടും ഹിന്ദിക്കെതിരായിട്ടും അല്ലെങ്കിൽ എല്ലാ തരത്തിലും DMK എന്താണോ പറയുന്നത് അതാണ് TVK വരുന്നത്. പക്ഷേ TVK ലോഞ്ച് ചെയ്യുന്ന സാഹചര്യം, അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലെ ഈ കറുത്ത അധ്യായങ്ങൾ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ വിജയസാധ്യതയെ ബാധിക്കും. ഞാൻ അതാ പറഞ്ഞ ഒരു ശരിയായൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ചിന്ത അതിൻ്റെ പുറകിലുണ്ടായില്ല. സ്ക്രീനിലെ പോപ്പുലാരിറ്റി തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം ലോഞ്ച് ചെയ്തേക്കുന്നത്. ശരി, ഇനി അവിടെ നമ്മൾ ഉറ്റുനോക്കുന്നതാണ് BJPയുടെ പ്രവർത്തനം അല്ലെങ്കിൽ AIADMKയുടെ പ്രവർത്തനം. അവിടെ എന്തൊക്കെ കാര്യങ്ങളാകും ഇവർക്ക് ഗുണകരമാവുക തമിഴ്നാട്ടിൽ? അവിടെ നേരത്തെ പറഞ്ഞ നാം തമിഴർ കക്ഷി എന്ന് പറയുന്ന കഴിഞ്ഞ ലോക്സഭയിൽ 35 ലക്ഷത്തോളം വോട്ട് നേടിയ 8-9%, ഇത്തവണ 234 സീറ്റ് മത്സരിക്കുന്നു. തമിഴ് ദേശീയതയാണ് അവർ പറയുന്നത്. ആ പാർട്ടി പിടിക്കുന്ന വോട്ട് DMKയുടെ വോട്ടായിരിക്കും. അതിന് സമാന്തരമായി TVK പിടിക്കുന്ന വോട്ടിലും വലിയൊരു ശതമാനം, അതിൽ നമ്മൾ കുറച്ച് നമ്മൾ യങ്സ്റ്റേഴ്സായി പുതിയ വോട്ടർമാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി വലിയൊരു ശതമാനം കിട്ടും DMKയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. കാരണം TVKയുടെ രാഷ്ട്രീയമായി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ DMK പറയുന്ന വാദങ്ങളാണ്. അത് കേന്ദ്രത്തിനുമെതിരായിട്ടുള്ള സമീപനം. അതേസമയം BJP നയിക്കുന്ന മുന്നണി, അതിൽ അമിത്ഷാജിയൊക്കെ വലിയ റോൾ എടുത്തിട്ടുണ്ട്. അത് വളരെ സോളിഡായിട്ടാണ് നിലവിൽ മത്സരിക്കുന്നത്. മാത്രമല്ല TVKയുടെ ശക്തി കേന്ദ്രം കൂടുതലും DMKക്ക് സാധ്യതയുള്ള മേഖലകളിലായിരിക്കും. ഇതൊക്കെയാണ് അപ്പോൾ തമിഴ്നാടിൻ്റെ ആകെ മൊത്തമുള്ളൊരു ചിത്രം. പ്രതല തലത്തിലാണ് നമ്മൾ ചർച്ച ചെയ്ത് പോയത്. എന്തായാലും വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയവും വളരെ വിശദമായി നിരീക്ഷിച്ചത്.